ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് മങ്കര റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ മങ്കര സ്കൂൾ, അതിൻ്റെയൊക്കെ വളരെ നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ്. ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് കാണാവുന്ന ദൂരം, നടക്കാനുള്ള ദൂരമുള്ളൂ. പക്ഷെ ആ നടക്കാനുള്ള ദൂരത്തിൽ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ കാറുകൾ കയറില്ല കേട്ടോ. ഓട്ടോറിക്ഷ മാക്സിമം വരാൻ പറ്റുക, ബൈക്ക്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെറിയ ബഡ്ജറ്റിൽ വീട് നോക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ്. കാരണം ഇതിൻ്റെ ഓണർ ചോദിച്ചിരിക്കുന്ന വെച്ചാൽ അവർക്ക് കിട്ടണമെന്ന് ഉദ്ദേശിക്കുന്ന പ്രൈസ് വന്നിട്ട് 16 ലക്ഷം രൂപയാണ്. ചെറിയ രീതിയിൽ എന്തെങ്കിലും നെഗോസിയേഷൻ വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബൗണ്ടറി. വെളി സൈഡിലേക്ക് നോക്കുമ്പോൾ ചുറ്റും മതിൽ കെട്ടാനായിട്ടുണ്ട്. വെളിയിലൂടെയാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത്. ഔട്ട് സൈഡിലാണ് ബാത്റൂമും അതുപോലെ ടോയ്ലറ്റും കൊടുത്തിരിക്കുന്നത്. ഇത് ഇന്ത്യൻ ടൈപ്പിലുള്ള ടോയ്ലറ്റാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതുപോലെ ഇപ്പുറത്ത് കുളിക്കാനുള്ള ബാത്റൂമും കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ടൈൽസ് ഒക്കെ ഇട്ടുള്ള വീട് തന്നെയാണ്. നല്ല മനോഹരമായിട്ടുള്ള വീട് തന്നെയാണ്. ചെറിയ ബഡ്ജറ്റിൽ ഒരു ക്യൂട്ടായിട്ടുള്ള വീട് നോക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ്. ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഹൈവേ എന്ന് പാലക്കാട് കൊളപ്പള്ളി ഹൈവേ എന്ന് നോക്കുമ്പോൾ നമുക്ക് 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരും. കുഴൽമന്നം ജംഗ്ഷനിൽ നോക്കുമ്പോൾ നമുക്കൊരു 17 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരും. ഒലോക്കോട് ജംഗ്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് 21 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരും. അതുപോലെ ഒറ്റപ്പാലത്ത് നിന്നൊക്കെയാണെങ്കിൽ വെറും 16 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്നൊക്കെ എത്തിപ്പെടാനായിട്ട്. അതുപോലെ പത്തിരിപ്പാല ജംഗ്ഷൻ എല്ലാവർക്കും അറിയാം. അവിടെ നിന്ന് നമുക്കൊരു 3.5 കിലോമീറ്റർ കൊണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് എത്താൻ പറ്റും. സ്കൂളും കോളേജും അമ്പലങ്ങളും പള്ളികളും ഒക്കെ വളരെ നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ലിവിങ് സ്പേസ് കിട്ടുന്നുണ്ട്. അല്ല, ചെറിയ വീടാണെങ്കിൽ നല്ല മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇവിടെ തന്നെ നമുക്കൊരു പൂജാ റൂം വരുന്നുണ്ട്. കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ് വീടുള്ളത്. വെള്ളത്തിൻ്റെ സോഴ്സ് പറയുമ്പോൾ പൈപ്പ് ലൈൻ കണക്ഷനാണ് 2 ഉള്ളത്. ഒന്ന് ജലനിധി ഉണ്ട്, അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ കണക്ഷൻ വേറെയുണ്ട് കേട്ടോ. ഒരു 9x10 സൈസ് അത്രയും ഉള്ളൂ ബെഡ്റൂമൊക്കെ. പക്ഷെ ഒരു ചെറിയ ഫാമിലിക്ക് ക്യൂട്ടായിട്ട് താമസിക്കാൻ പറ്റും നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ്. രണ്ടാമത് ബെഡ്റൂം, 2 ബെഡ്റൂമാണ് ഉള്ളത്. മേലെ നമുക്ക് സാധനങ്ങൾക്ക് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹാളിൽ നിന്ന് നമ്മൾ നേരെ പിന്നെ ഇറങ്ങുന്നത് കിച്ചൺ കം ഡൈനിങ് ആണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. അതുപോലെ കബോർഡും കാര്യങ്ങളൊക്കെ അവരോട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചൺ ആയാലും അതുപോലെ ഡൈനിങ് സ്പേസ് ആയാലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. നല്ലൊരു ഏരിയ തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞ പോലെ 4.75 സെൻറ്റ് സ്ഥലം, 2 ബെഡ്റൂമാണുള്ളത്. 16 ലക്ഷം രൂപയാണ് അവർ കിട്ടണമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഇനി ഡയറക്റ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും നെഗോസിയേഷൻ പ്രതീക്ഷിക്കാം. നമുക്ക് ആ കാണുന്നതാണ് ബസ് റൂട്ട് വരുന്നത്. നമുക്ക് ടോപ്പിൽ പോയി നോക്കാം കേട്ടോ. അപ്പോൾ ടെറസിൽ കയറി നോക്കാം. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിലും നമ്മളായിട്ട് കണക്ട് ചെയ്യുക. ഇപ്പോൾ കാണുന്നില്ല, ആ ബസ് റൂട്ടാണ് കേട്ടോ. അത് ബസ് റൂട്ടാണ്. ഇപ്പോൾ വണ്ടി പോകുന്നതാണ്, കണ്ടല്ലേ? ഇത്രയും അടുത്താണ്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.